എന്നാൽ ഇവിടെ തൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ ദേവൂട്ടി ഒഴിഞ്ഞു പോകുന്നത് കണ്ട് ഹരിയുടെ മനസ്സിൽ ജയകൃഷ്ണൻ അവൾക്കൊപ്പം വന്നിട്ടില്ല എന്ന് മനസ്സിലായി. അതോടെ ഹരിയുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം തോന്നി തുടങ്ങുന്നു. ആ ടെൻഷനിൽ അവൻ്റെ മനസ്സിൽ താൻ ദേവൂട്ടിയെ ഇഷ്ടപ്പെട്ടതും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും ജയകൃഷ്ണൻ ദേവൂട്ടിയോട് ചോദിക്കുകയും അതേ തുടർന്ന് അവർ ഇരുവരും തമ്മിൽ സംസാരവും വഴക്കും ആവുകയും അതിനൊടുവിൽ ഇക്കാര്യത്തിൽ ഒരു മനസ്സറിവുമില്ലാത്ത ദേവൂട്ടി അവിടെ നിന്നും സ്വയം ഇറങ്ങി വന്നിരിക്കുകയുമാണ് എന്ന് സംശയിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആ രാത്രി ഹരി അല്പം പോലും ഉറങ്ങിയതേയില്ല. അവൻ്റെ മനസ്സിൽ താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന തെറ്റിദ്ധാരണയാൽ ഉരുത്തിരിഞ്ഞ കുറ്റബോധമായിരുന്നു അതിന് കാരണമായത്. അങ്ങനെ കിടന്ന ഹരി ഒടുവിൽ അടുത്ത ദിവസം ജയകൃഷ്ണനെ കാണുവാനും അവൻ്റെ മനസ്സിൽ തന്നെയും ദേവൂട്ടിയെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുവാനും തീരുമാനിച്ചുകൊണ്ട് കണ്ണോട്ടുകരയിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അതേ തുടർന്ന് കടയിൽ നിന്നും ലീവെടുത്ത് വീട്ടിലുള്ളവരോട് താൻ പുതിയൊരു ജോലിയുടെ ആവശ്യവുമായി അല്പം ദൂരെ ഒരിടം വരെ പോവുകയാണെന്നും മാത്രം പറഞ്ഞ് അതിരാവിലെ തന്നെ കണ്ണോട്ടുകരയിലേക്ക് പുറപ്പെടുന്നു. ബസ്സിൽ അവിടേക്ക് പുറപ്പെടുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ ദേവൂട്ടിയുടെ നിസ്സംഗതമാർന്ന ആ മുഖമായിരുന്നു. പാവം, താൻ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിലാണല്ലോ അവൾക്ക് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്നതായിരുന്നു വിഷമം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. താൻ, അതായത് ഹരി, ദേവൂട്ടിയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യം തനിക്ക് മാത്രമറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. എന്നാൽ ആ രഹസ്യം തന്നെ കൂടാതെ ആരോ ഒരാൾക്ക് കൂടി അറിയാമായിരുന്നു. ആ ഒരാൾ, അതാരാണ്? ആ ആളാണ് ഇപ്പോൾ നടക്കുന്ന ഇക്കാര്യങ്ങൾക്കെല്ലാം കാരണം. തൻ്റെയും ദേവൂട്ടിയുടെയും ചെറുപ്പനാളിലുള്ള ആ ഫോട്ടോകൾ ഉൾപ്പെടെയാണ് ജയകൃഷ്ണനെ അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെയും ദേവൂട്ടിയും അടുത്തറിയാവുന്ന, താൻ അറിയാതെ പോയ ആ ശത്രുവാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അതാരായിരിക്കും? അറിയില്ല. കാരണം തൻ്റെ അറിവിൽ തനിക്ക് ഒരു ശത്രു ഈ നാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ആര്? അങ്ങനെ ഒരു വലിയ ചോദ്യം മനസ്സിൽ പേറിയായിരുന്നു ജയകൃഷ്ണനെ കാണാൻ കണ്ണോട്ടുകരയിലേക്ക് ഹരി പുറപ്പെട്ടത്. എന്നെങ്കിലും ഒരിക്കൽ താൻ ആ ശത്രുവിനെ കണ്ടുപിടിച്ചിരിക്കും, തീർച്ച, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് രാത്രി 8 മണിയോടെ ഹരി കണ്ണോട്ടുകരയിലെത്തി. ബസ് ഇറങ്ങിയ അവൻ നേരെ പോയത് ചെമ്പകശ്ശേരിയിലേക്കായിരുന്നു. ഈ സമയം ചെമ്പകശ്ശേരിയിൽ ജയകൃഷ്ണനൊഴികെ മറ്റെല്ലാവരും ഉണ്ടായിരുന്നു. ഹരി ചെമ്പകശ്ശേരിയിലെത്തി. ഹരിയെ കണ്ടതും പെട്ടെന്ന് തന്നെ ഭഗീരഥിയടക്കം അവിടെ എല്ലാവർക്കും ഹരിയെ മനസ്സിലായി. അവർ ഹരിയെ അകത്തേക്ക് ക്ഷണിച്ചു. എന്താണ് ഈ സമയത്ത് ഇവിടേക്ക് വന്നതെന്ന് അന്വേഷിച്ചു. അതോടെ ഹരി ജയകൃഷ്ണനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് ഭഗീരഥി, ഓ, കാമുകയ്ക്കു വേണ്ടി വക്കാലത്തുമായി വന്നതാണല്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഭഗീരഥിയുടെ ആ ചോദ്യത്തിനു മുന്നിൽ ഹരി നിന്ന് പതറിപ്പോകുന്നു. ഒപ്പം ഒരു ഞെട്ടലോടെ അവൻ ഭഗീരഥിയടക്കം അവിടെയിരുന്ന എല്ലാവരുടെയും നേർക്കൊന്ന് നോക്കിപ്പോയി. തുടർന്ന് ഭഗീരഥിയുടെ ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണം എന്നറിയാൻ കഴിയാതെ അവൻ നിന്ന് പരുങ്ങി. ഒപ്പം അവിടെയിരുന്ന മറ്റുള്ളവരുടെ എല്ലാം മുഖത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി നോക്കി. ഈ സമയം അവരുടെയെല്ലാം കണ്ണുകൾ ഹരിയുടെ നേർക്കായിരുന്നു. അതോടെ അവൻ കൂടുതൽ പതറിപ്പോകുന്നു. എങ്കിലും പെട്ടെന്ന് ഹരി ഭഗീരഥിയോട്, അയ്യോ അമ്മേ, അത് ഞാൻ. ഭഗീരഥിയെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഹരിനാരായണൻ തൻ്റെ നിരപരാധിത്വം അവരോട് പറയാൻ തുടങ്ങവേ ഭഗീരഥി തെല്ലു ദേഷ്യത്തോടെ വീണ്ടും, നിനക്ക് നാണമില്ലേ ആ പിഴച്ചവൾക്കു വേണ്ടി ഇവിടെ വന്ന് വക്കാലത്തു പറയാൻ? കുറേ കാലം കൊണ്ട് നടന്നതല്ലേ നീ ആ നശിച്ചവളെ? എന്നിട്ടൊടുവിൽ അവൾ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണോ, അതോ എൻ്റെ കുഞ്ഞിനെ ചതിക്കുന്നതിനു വേണ്ടിയാണോ നീ അവളെ കൈയൊഴിഞ്ഞു ശേഷം പാവം എൻ്റെ മകൻ്റെ തലയിൽ അവളെ കെട്ടിവെച്ചു തടിയൂരി? പക്ഷേ എന്തു ചെയ്യാം, എൻ്റെ ജയൻ ഇതൊന്നും അറിയാതെ അവളെ ഇഷ്ടപ്പെട്ടു, ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഒടുവിൽ അവൾ ചെയ്തതോ, നിന്റെ പേരിൽ അവൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. ശേഷം തിരിച്ച് നിന്നെ തേടി നിന്റെ അരികിൽ തന്നെ വന്നു. എന്നിട്ടിപ്പോൾ നീ ആ നശിച്ചവൾക്കുള്ള വക്കാലത്തുമായി വന്നിരിക്കുന്നു. സത്യം പറയ്, എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും ഉദ്ദേശം? പണമാണോ? എങ്കിൽ പറയ്, എത്ര വേണം? ഞങ്ങൾ തരാൻ തയ്യാറാണ്. എൻ്റെ മകൻ്റെ തലയിൽ നിന്നും നീ ഇവളെ ഒഴിവാക്കിത്തരണം. ഭഗീരഥി പറഞ്ഞു നിർത്തി. അതിസമർത്ഥമായി ദേവൂട്ടി ചെമ്പകശ്ശേരിയിൽ നിന്നും പിണങ്ങി വന്നതിൻ്റെ എല്ലാ കുറ്റങ്ങളും ഹരിനാരായണന് സംശയം തോന്നാത്ത രീതിയിൽ സാധുവായ അവൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിക്കൊടുത്തു ഭഗീരഥിയും കൂട്ടരും. ഈ സമയം ഭഗീരഥി പറഞ്ഞതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് മനസ്സു തകർന്നു നിന്നുപോയി ഹരിനാരായണൻ. തുടർന്ന് വളരെ
ക്ഷമയോടെ വീണ്ടും ഹരിനാരായണൻ ഭഗീരഥിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭഗീരഥിയെ വിളിച്ചു. അമ്മേ, നിങ്ങൾ കരുതുന്നത് പോലെ ഇക്കാര്യങ്ങളൊന്നും തന്നെ സത്യമല്ല. അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് അറിയില്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും ഒന്നും. സത്യം. അതുകൊണ്ട് തന്നെ അവൾ പാവമാണ്. അവൾക്കതിൽ യാതൊരു മനസ്സറിവുമില്ല. പിന്നെ ദേവൂട്ടിയെ ഞാൻ ജയകൃഷ്ണന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് പറയുന്നതും സത്യമല്ല. അവളെ കണ്ട നിമിഷം മുതൽ അവൾക്ക് പിന്നാലെ നടന്ന് അവളെ ഇഷ്ടപ്പെട്ടതും പ്രണയിച്ചതും ജയകൃഷ്ണൻ തന്നെയാണ്. ഒടുവിൽ ദേവൂട്ടിയോടുള്ള അവൻ്റെ ഇഷ്ടം ദേവൂട്ടിയോടും അവളുടെ വീട്ടുകാരോടും പറയാൻ വേണ്ടി എൻ്റെ സഹായം ആവശ്യപ്പെടുകയാണ് അവൻ ചെയ്തത്. അപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിയുന്നത് പോലും. അതല്ലാതെ അമ്മയും ഇവിടെയുള്ള മറ്റെല്ലാവരും കരുതുന്നത് പോലെ അല്ല സത്യങ്ങൾ. ഇങ്ങനെയൊരു നുണക്കഥ പറഞ്ഞ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതല്ല എങ്കിൽ എന്ന് പറഞ്ഞു നിർത്തിക്കൊണ്ട് ഹരിനാരായണൻ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി. ശേഷം വീണ്ടും തുടർന്നു. അതല്ല എങ്കിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത, സംസാരശേഷി പോലും ഇല്ലാത്ത ദേവൂട്ടിയെ ജയകൃഷ്ണനിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയാണ് ഇതെന്ന് എനിക്ക് പറയേണ്ടി വരും. ഹരിനാരായണന്റെ ആ മറുപടി കേട്ട് ഭഗീരഥിയടക്കം അവിടെയിരുന്ന സകലരും ഒന്ന് ഞെട്ടി. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ സമയം അത് ശ്രദ്ധിക്കാതെ ഹരിനാരായണൻ വീണ്ടും തുടർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ദേവൂട്ടിക്ക് എൻ്റെ ഇഷ്ടം ഇന്ന് ഈ നിമിഷം വരെ അറിയില്ല എന്ന ആ സത്യം സത്യം തന്നെയാണ്. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ജയകൃഷ്ണനോട് പറയാതെ പറഞ്ഞതുമാണ്. അവനത് മനസ്സിലാവുകയും ചെയ്തു. ഇക്കുറി ഹരിയുടെ ആ മറുപടി കേട്ട് ഭഗീരഥിയും കൂട്ടരും തെല്ലൊന്നു പരിങ്ങി. അതോടെ അവരുടെയെല്ലാം വായടഞ്ഞു. കാരണം ഹരിനാരായണനിൽ നിന്നും ഇങ്ങനെയൊരു മറുപടി അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ ഹരിയോട് എന്തു മറുപടി പറയണമെന്നറിയാൻ കഴിയാതെ ഭഗീരഥിയടക്കം എല്ലാവരും നിശബ്ദരായിത്തീർന്നു. ഈ സമയം വീടിന് പുറത്തെ ഒരു ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അത് ജയകൃഷ്ണനായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവർ എല്ലാവരും തന്നെ വാതിലിൻ്റെ നേർക്കു നോക്കി നിന്നു. ഈ സമയം ചുവന്നു കലങ്ങിയ കണ്ണുകളും നിലത്തുറയ്ക്കാത്ത കാൽപാദങ്ങളുമായി ജയകൃഷ്ണൻ അകത്തേക്ക് കയറി വന്നു. എന്നാൽ ഇവിടെ നിലത്തുറയ്ക്കാത്ത കാൽപാദങ്ങളുമായി ആടിയുലഞ്ഞ് അകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെ കണ്ട് ഹരിനാരായണൻ ഷോക്കേറ്റതുപോലെ നിന്നുപോകുന്നു. അങ്ങനെ ജയകൃഷ്ണനെ നോക്കി ഷോക്കേറ്റതുപോലെ നിന്നുപോകുന്ന ഹരിനാരായണൻ്റെ മനസ്സിൽ ജയകൃഷ്ണനിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയൊരു മാറ്റം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പഠിച്ചിരുന്ന കാലത്തും അതല്ലാതെ തൻ്റെ വീട്ടിലും മറ്റുള്ള തങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയിരുന്ന സമയങ്ങളിൽ പോലും വെന്നിയും സന്തോഷും മദ്യം വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും മദ്യം കഴിക്കുന്നതിൻ്റെ പേരിൽ മാസങ്ങളോളം അവരുമായി പിണങ്ങി നടന്നിരുന്ന ആ ജയകൃഷ്ണനാണോ ഇപ്പോൾ തനിക്ക് മുന്നിലേക്ക് ഇങ്ങനെയൊരു അവസ്ഥയിൽ കയറി വന്നു നിന്നത്? ഹരിനാരായണൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഒപ്പം ആ മനസ്സിൽ താൻ പ്രതീക്ഷിച്ചതിലും ഗുരുതരമാണ് കാര്യങ്ങളെന്നും അതുമാത്രമല്ല മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളും ഇരുവർക്കുമിടയിൽ ഉണ്ടെന്നും ഹരിനാരായണൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഹാളിൽ നിൽക്കുന്നത് ആരെല്ലാമാണെന്ന് ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ ജയകൃഷ്ണൻ ആടിയുലഞ്ഞ് നേരെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ ആരെയും ശ്രദ്ധിക്കാതെ ആടിയാടി മുന്നോട്ട് നടന്നു നീങ്ങിയ ജയകൃഷ്ണനെ ഹരിനാരായണൻ വിളിച്ചു. ജയ! ആ ശബ്ദം കേട്ടതും ഒരു നിമിഷം ഒരു ഞെട്ടലോടെ ജയകൃഷ്ണൻ നിന്നു പോകുന്നു. തുടർന്ന് പിന്തിരിഞ്ഞു നോക്കിയ ജയകൃഷ്ണൻ കണ്ടു തൻ്റെ വീട്ടുകാർക്ക് നടുവിൽ തന്നെ നോക്കി നിൽക്കുന്ന ഹരിനാരായണനെ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഹരിനാരായണനെ അവിടെ കണ്ട ഷോക്കിൽ അവൻ കഴിച്ച മദ്യത്തിൻ്റെ ലഹരി അവനിൽ നിന്നും വിട്ടകന്നു. അതോടെ ബോധം തിരിച്ചു കിട്ടിയ ജയകൃഷ്ണൻ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഹരിനാരായണനെ കണ്ട് സ്തംഭിച്ചു നിന്നു പോകുന്നു. തുടർന്ന് അവൻ ഹരിനാരായണൻ്റെ അടുത്തേക്ക് നടന്നു വന്നു നിന്നു കൊണ്ട് അവനെ വിളിച്ചു. ഹരി, നീ ഇവിടെ? അതും ഈ രാത്രിയിൽ? വരൂ, നമുക്ക് എൻ്റെ മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരിനാരായണൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ജയകൃഷ്ണൻ ഹരിയെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ തനിക്കരികിലെത്തിയ ജയകൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി നിശബ്ദനായി നിൽക്കുകയാണ് ഹരി. അങ്ങനെ ജയകൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുന്ന ഹരിനാരായണൻ ഒടുവിൽ ജയകൃഷ്ണനെയും കൂട്ടി ഹാളിൽ നിന്നും പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. അല്പദൂരം നടന്ന ശേഷം ഹരി ജയകൃഷ്ണനെ വിളിച്ചു. ജയ, എനിക്ക് നിന്നോട് കുറേയേറെ കാര്യങ്ങൾ പറയാനും ചോദിക്കാനുമുണ്ട്. പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ അത് പറ്റില്ല. അതുകൊണ്ട് നാളെ രാവിലെ നിന്നെ കാണാൻ ഞാൻ വരും. അപ്പോൾ നീ വിളിക്കുന്ന ഏത് സ്ഥലത്തേക്കും ഞാൻ വരാം. ഇപ്പോൾ തൽക്കാലം നീ പോയി കിടന്ന് ഒന്നുറങ്ങ്. ഞാൻ മടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹരിനാരായണൻ അവിടെ നിന്ന് നീങ്ങി. ഈ സമയം ജയകൃഷ്ണൻ ഇരുട്ടിലേക്ക് നടന്നു പോകുന്ന ഹരിനാരായണനെ നോക്കി അങ്ങനെ നിന്നു പോകുന്നു. ജയകൃഷ്ണനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഹരി നേരെ പോയത് ടൗണിലേക്കായിരുന്നു.
ടൗണിലെത്തിയ അവൻ അവിടെയൊരു ലോഡ്ജിൽ മുറിയെടുത്തു. ആ രാത്രി അവിടെ തങ്ങി. മുറിയിലെത്തിയ ഹരിയുടെ മനസ്സിൽ നിന്നും ജയകൃഷ്ണനെ അങ്ങനെയൊരവസ്ഥയിൽ കണ്ടതിൻ്റെ ആ ഒരു ഞെട്ടൽ അത് വിട്ടുമാറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ജയകൃഷ്ണനെയും ഇപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ കാണേണ്ടി വന്ന ജയകൃഷ്ണനെയും കുറിച്ചുള്ള ഒരു വലിയ ചിന്തയിലായിരുന്നു അവൻ. അങ്ങനെ ആ ചിന്തയുമായി ലോഡ്ജ് മുറിയിൽ ഹരിനാരായണൻ കിടക്കുമ്പോൾ മറുവശത്തെ ഹരിക്കൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങിവന്ന ജയകൃഷ്ണനെ സംബന്ധിച്ചു പറഞ്ഞാൽ മദ്യത്തിൻ്റെ ലഹരിയിൽ എല്ലാം മനഃപൂർവ്വമായി തന്നെ മനസ്സിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങിയ അവൻ്റെ മനസ്സിലേക്ക് ഹരിനാരായണനെ കണ്ടതോടെ മനസ്സ് വീണ്ടും കലങ്ങിമറിഞ്ഞു. അതോടെ അസ്വസ്ഥമാർന്ന മനസ്സുമായി ജയകൃഷ്ണൻ തിരികെ വീടിനകത്തേക്ക് കയറി. ഈ സമയം അകത്തെ ജയകൃഷ്ണനെയും കൂട്ടി ഹരി പുറത്തേക്ക് ഇറങ്ങിയതോടെ അവിടെ ഭഗീരഥിയടക്കം സകലരുടെയും മനസ്സുകളിൽ ചെറിയൊരു ഭയം നിഴലിച്ചിരുന്നു. കാരണം അല്പം മുമ്പേ അവർ ഹരിയോട് പറഞ്ഞതും ചോദിച്ചതുമായ കാര്യങ്ങളെങ്ങാനും ഹരിനാരായണൻ ജയകൃഷ്ണനോട് പറയുകയോ ചോദിക്കുകയോ ചെയ്യുകാണുമോ എന്നൊരു പേടിയായിരുന്നു. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ജയകൃഷ്ണൻ തനിയെ കയറി വന്നു. അതോടെ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി വരുന്ന ജയകൃഷ്ണനെ കണ്ട് ഭഗീരഥി "എവിടെ നിന്റെ കൂട്ടുകാരൻ ഹരി" എന്ന് ചോദിക്കുന്നു. അവൻ തിരികെ പോയി എന്ന് മാത്രം മറുപടി പറഞ്ഞ് ജയകൃഷ്ണൻ നേരെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് നടന്നു. ഈ സമയം തൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ജയകൃഷ്ണൻ്റെ നാവ് വല്ലാതെ കുഴഞ്ഞിരിക്കുന്നത് ഭഗീരഥി മനസ്സിലാക്കി. മദ്യത്തിൻ്റെ ലഹരിയിൽ വ്യക്തമല്ലാത്ത തൻ്റെ മകൻ്റെ ആ മറുപടി കേട്ട ഭഗീരഥി തൻ്റെ ചോദ്യത്തിനും അത്രമാത്രം മറുപടി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് അവൻ്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന ജയകൃഷ്ണനെ വിളിച്ചു. "ജയ, നീ ഇത് എന്തുദ്ദേശിച്ചിട്ടുള്ള പോക്കാണ്?" അത് കേട്ട ജയകൃഷ്ണൻ തിരിഞ്ഞ് ഭഗീരഥിയെ നേർക്കൊന്നു നോക്കി. അവൻ്റെ ആ നോട്ടം കണ്ടതോടെ ഭഗീരഥി നിശബ്ദയായി നിന്നു. ഈ സമയം ഭഗീരഥിയുടെ നേർക്കൊന്നു നോക്കിയ ശേഷം ജയകൃഷ്ണൻ തിരികെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ അവൻ വെട്ടിയിട്ട വാഴ കണക്കെ കട്ടിലിലേക്ക് വീണു. ഇട്ടുമുഷിഞ്ഞ ഡ്രസ്സൊന്നും മാറാതെ മേലൊന്നു കഴുകാതെ അതേ വേഷത്തിൽ അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്ന അവൻ സ്വയം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആ പിറുപിറുക്കലിനൊടുവിൽ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. കുറച്ചു നാളുകളായി ഇതാണ് ജയകൃഷ്ണൻ്റെ അവസ്ഥ. ഇതിനൊരു മാറ്റം അത് ഉണ്ടാകുമോ എന്ന് അവനൊരു നിശ്ചയവുമില്ല. ഈ സമയം ഭഗീരഥി മകൻ്റെ ഈ പുതിയ സ്വഭാവരീതികൾ കണ്ടതിൻ്റെ വിഷമത്താൽ ഭർത്താവ് നമ്പ്യാരോട് "ഈയിടെയായി ജയകൃഷ്ണൻ്റെ മദ്യപാനം അതല്പം കൂടുതലാണ്" നമ്പ്യാരോട് പരാതി പറയുന്നു. ഒപ്പം അവൻ്റെ ഈ മദ്യപാനം അവസാനിപ്പിക്കാൻ എന്താണ് മാർഗമെന്നും ചോദിക്കുന്നു. ഭാര്യയുടെ ആ ആവലാതിയും വിഷമവും കണ്ട നമ്പ്യാർ തുടർന്നു. "അതിന് മാർഗം അതൊന്നേയുള്ളൂ ഭഗീരഥി. ദേവൂട്ടി അവളെ തിരികെ കൊണ്ടുവരിക. അതിന് നിനക്ക് കഴിയുമോ? എങ്കിൽ എല്ലാം അവൻ അവസാനിപ്പിക്കും. ഇല്ല എങ്കിൽ അവൻ ഈ നിലയിൽ തന്നെ മുന്നോട്ട് തുടരും. പിന്നെ അതുമല്ലെങ്കിൽ ഈ മദ്യപാനം അവൻ എപ്പോൾ നിർത്തണമെന്ന് തോന്നുന്നുവോ അന്നേ ഇത് അവസാനിക്കുകയുള്ളൂ. അതുവരെ നമ്മൾ നിശബ്ദരായിരിക്കുക" നമ്പ്യാർ പറഞ്ഞു നിർത്തി. "അതുവരെ എന്ന് പറയുമ്പോൾ അതെത്ര നാൾ? അതൊന്നും എനിക്കറിയില്ല." അത് കേട്ടതും ഭഗീരഥി "എൻ്റെ ഭഗവതി, എൻ്റെ കുഞ്ഞിനെ നീ കാത്തുകൊള്ളണമേ" എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ മുറിയിലേക്ക് നടന്നു. അതോടെ ഹാളിലെ അന്നത്തെ ആ സഭ പിരിഞ്ഞു. അടുത്ത ദിവസം ഉറക്കമുണർന്ന ജയകൃഷ്ണൻ മുഷിഞ്ഞ ഡ്രസ്സെല്ലാം മാറി കുളിച്ച് തേച്ചുമിനുക്കിയ പുതിയ ഡ്രസ്സൊക്കെ ധരിച്ചു ഒരുങ്ങി രാവിലത്തെ കാപ്പി പോലും കഴിക്കാൻ നിൽക്കാതെ തൻ്റെ ബൈക്കിൽ കോളേജിലേക്ക് പുറപ്പെട്ടു. ദേവൂട്ടി ആ വീട് വിട്ടു പോയിക്കഴിഞ്ഞതോടെ രാവിലത്തെ ജയകൃഷ്ണന് കാപ്പികുടിയും രാത്രിയിലുള്ള ഭക്ഷണം എന്നു തുടങ്ങി നല്ല പല കാര്യങ്ങളും അവനിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും മദ്യപാനമെന്ന ആ ഒരു വലിയ കാര്യത്തെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. അങ്ങനെ ബൈക്കുമെടുത്ത് പുറത്തേക്കിറങ്ങിയ ജയകൃഷ്ണൻ ബൈക്ക് ഓടിക്കുന്നതിനിടെ കഴിഞ്ഞുപോയ പലതും ഓർക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഓർക്കുന്നതിനിടെ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഹരിയുടെ മുഖം തെളിഞ്ഞു വന്നു. അതോടെ അവൻ്റെ മനസ്സിൽ ഒരു പുകമറ പോലെ ഓർമ്മ വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഓർക്കുന്നതിനിടെ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു പുകമറ പോലെ ഹരിയുടെ മുഖം തെളിഞ്ഞു വന്നു. അതോടെ അവൻ്റെ മനസ്സ് കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ആ കാര്യങ്ങൾ ഓർത്തെടുക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹരിയെ തൻ്റെ വീട്ടിൽ കണ്ടതും അവനുമായി സംസാരിച്ചതും എല്ലാം അവൻ ഓർത്തെടുത്തു. അതോടെ അവനോട് തന്നെ സ്വയം ചോദിച്ചു, കഴിഞ്ഞ രാത്രിയിൽ ഹരി തൻ്റെ വീട്ടിൽ വന്നിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോൾ ഹരി എവിടെ? അവൻ എന്തിനാണ് ഇവിടേക്ക് വന്നത്? മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ആ അസ്വസ്ഥമായ മനസ്സുമായി
ജയകൃഷ്ണൻ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ സമയം 11:30. ഹരിനാരായണൻ ജയകൃഷ്ണൻ ജോലി ചെയ്യുന്ന കോളേജിലെത്തി. നേരെ സ്റ്റാഫ് റൂമിൽ ചെന്നു. ഈ സമയം ജയകൃഷ്ണൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. സ്റ്റാഫ് റൂമിലെത്തിയ ഹരിനാരായണൻ സ്റ്റാഫ് റൂമിൽ അന്നത്തെ ആ സമയത്ത് ഉണ്ടായിരുന്ന സഹ അധ്യാപകരോട് ജയകൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച അവരിൽ നിന്നും ജയകൃഷ്ണൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണെന്ന് മനസ്സിലായി. അതോടെ ഹരിനാരായണൻ ആ സ്റ്റാഫ് റൂമിന് മുന്നിൽ ജയകൃഷ്ണനെയും കാത്തു നിന്നു. ഈ സമയം ഇതൊന്നും അറിയാതെ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ജയകൃഷ്ണൻ തൻ്റെ ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു വന്നു. അങ്ങനെ അവിടേക്ക് നടന്നു വരുന്നതിനിടെ അല്പദൂരം നിന്ന് ജയകൃഷ്ണൻ കണ്ടു അവനെ കാത്തു നിൽക്കുന്ന ഹരിനാരായണനെ. ഒരു നിമിഷം ഹരിനാരായണനെ കണ്ട ജയകൃഷ്ണൻ ഒന്ന് അമ്പരന്നു. എന്നാൽ ആ അമ്പരപ്പ് മുഖത്ത് പ്രകടിപ്പിക്കാതെ അവൻ നടന്ന് ഹരിയുടെ അടുത്തെത്തി. എന്നാൽ ഇവിടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ജയകൃഷ്ണനെ കണ്ട് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയുടെ പ്രകാശം നിറച്ചുകൊണ്ട് ഹരിനാരായണൻ ജയകൃഷ്ണനെ നോക്കി നിന്നു. തുടർന്ന് ജയകൃഷ്ണൻ അവൻ്റെ അടുത്തെത്തിയതും ഒരു ചെറു പുഞ്ചിരിയോടെ, "ഹരി, ഞാൻ വന്നിട്ട് അല്പനേരമായി. നീ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയിരിക്കുകയാണെന്ന് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. ആട്ടെ, ഇന്നത്തെ ഉച്ചയ്ക്ക് മുമ്പുള്ള നിന്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞു. എങ്കിൽ എനിക്കൊപ്പം നീയൊന്ന് വരണം. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്," ഹരി പറഞ്ഞു നിർത്തി. ഈ സമയം ഹരിനാരായണൻ പറഞ്ഞതെല്ലാം കേട്ട് നിശബ്ദനായി തന്നെ നിൽക്കുകയാണ് ജയകൃഷ്ണൻ. എന്നാൽ താൻ പറഞ്ഞതെല്ലാം കേട്ടിട്ടും മറുപടിയൊന്നും പറയാതെ നിശബ്ദനായി നിൽക്കുന്ന ജയകൃഷ്ണനെ കണ്ട് ഹരി വീണ്ടും തുടർന്നു, "അല്ല, എനിക്കൊപ്പം വരുന്നതിൽ ജയന് വിരോധം വല്ലതും തോന്നുന്നുണ്ടോ?" അത് കേട്ടതും ജയകൃഷ്ണൻ ഹരിനാരായണൻ്റെ കണ്ണുകളിലേക്ക് തുറിച്ചൊന്നു നോക്കി. അത് കണ്ട ഹരി പിന്നീട് ഒന്നും പറയാനും ചോദിക്കാനും നിൽക്കാതെ അവിടെ നിന്നും നടന്നു. അവന് പിന്നാലെ ജയകൃഷ്ണനും. ഒടുവിൽ ഇരുവരും കൂടി കോളേജ് ക്യാൻറ്റീനിലെത്തി. ഒരു ടേബിളിൻ്റെ ഇരുവശത്തുമായി വന്നിരുന്നു. അവിടേക്കിരുന്നു കൊണ്ട് തന്നെ ഹരി ക്യാൻറ്റീൻ ബോയിയോട് 2 കോഫി പറയുന്നു. അല്പം കഴിഞ്ഞതും അവൻ 2 കോഫി കൊണ്ടുവന്നു അവർക്ക് മുന്നിലായി കൊണ്ടുവന്നു വെച്ചു. ഈ സമയം ഹരി ഒരു കോഫി ജയകൃഷ്ണൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ജയകൃഷ്ണനോട് കോഫി കുടിക്കാൻ പറയുന്നു. എന്നാൽ ഇവിടെ ഹരി ഇതെല്ലാം പറയുമ്പോഴും ചെയ്യുമ്പോഴുമെല്ലാം ജയകൃഷ്ണൻ ഹരിക്ക് മുന്നിൽ നിശബ്ദനായിരിക്കുകയാണ്. ഈ സമയം ഹരി തൻ്റെ കോഫി പതിയെ കുടിച്ചു തുടങ്ങുന്നു. അത് കണ്ടുകൊണ്ട് ജയകൃഷ്ണനും ഇരുന്നു. എന്നാൽ തന്നെ നോക്കി കോഫിക്ക് മുന്നിൽ നിശബ്ദനായിരിക്കുന്ന ജയകൃഷ്ണനോട് ഹരി, "നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയാം. അത് എന്തു തന്നെയായാലും നാളുകൾക്ക് ശേഷം ഞാൻ സ്നേഹത്തോടെ വാങ്ങിത്തന്ന ഈ കോഫി നീയൊന്ന് കുടിക്ക്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ല മദ്യം മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുണ്ടോ? കാരണം ഇപ്പോൾ അതാണല്ലോ നിന്റെ ശീലം." ഹരിനാരായണൻ്റെ വാക്കുകളിൽ കൂട്ടുകാരനോടുള്ള അവൻ്റെ സ്നേഹവും കരുതലും കഴിഞ്ഞ ദിവസം അങ്ങനെയൊരവസ്ഥയിൽ അവനെ കാണേണ്ടി വന്നതിൻ്റെ വിഷമവും കുറ്റപ്പെടുത്തലുകളും ഒക്കെയുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അതുവരെ ഹരിനാരായണന് മുന്നിൽ നിശബ്ദനായിരുന്ന ജയകൃഷ്ണൻ അവൻ്റെ നേർക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉറക്കെ, "പ്ലീസ് സ്റ്റോപ്പ് ഹരി" എന്ന് ശബ്ദമുയർത്തി പറയുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ജയകൃഷ്ണൻ്റെ ആ ഭാവമാറ്റം കണ്ട് ഹരിനാരായണൻ ഒന്ന് ഞെട്ടി. ഒപ്പം ക്യാൻറ്റീനിലുണ്ടായിരുന്ന മറ്റുള്ളവരും ഹരിനാരായണൻ്റെയും ജയകൃഷ്ണൻ്റെയും നേർക്ക് നോക്കി. ഈ സമയം ജയകൃഷ്ണൻ്റെ ശബ്ദമുയർത്തിയുള്ള ആ സംസാരം കേട്ട് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ ജയകൃഷ്ണനോട്, "എന്താ മാഷേ സംഭവം? ആരാണ് കക്ഷി? ഞങ്ങൾ ഇടപെടേണ്ടതായിട്ടുണ്ടോ?" എന്ന് ചോദിക്കുന്നു. ഈ സമയം അതു കേട്ടിരുന്ന ജയകൃഷ്ണൻ, "ഏയ്, അതൊന്നും വേണ്ട. ഇത് എൻ്റെ ഒരു പരിചയക്കാരനാണ്." അതോടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലേക്ക് നീങ്ങി. എന്നാൽ ഇവിടെ കുട്ടികളുടെ ചോദ്യത്തിന് ജയകൃഷ്ണൻ പറഞ്ഞ മറുപടി കേട്ടിരുന്ന ഹരിയുടെ മനസ്സിൽ ഇപ്പോൾ താൻ ജയകൃഷ്ണന് മുന്നിൽ വെറുമൊരു പരിചയക്കാരൻ മാത്രമാണ് അല്ലേ? അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നുപോയി. പക്ഷേ അവൻ്റെ മനസ്സിലെ ആ വിഷമം പുറത്തു കാട്ടാതെ ഹരിനാരായണൻ ജയകൃഷ്ണനോട് വീണ്ടും തുടർന്നുകൊണ്ട്, "ജയ, ഞാൻ നിന്നെ വിഷമപ്പെടുത്തിയതോ കളിയാക്കിയതോ അല്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിന്റെ വീട്ടിൽ വച്ച് നിന്നെ അങ്ങനെയൊരവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്കുണ്ടായ വിഷമം അത് എത്രയായിരുന്നുവെന്ന് നിനക്കറിയില്ല. അങ്ങനെ മനസ്സ് തകർന്നു പോയ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണത്." എന്നാൽ ഹരിനാരായണൻ്റെ ആ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ജയകൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റു. അത് കണ്ട് ഹരിനാരായണൻ വീണ്ടും ജയകൃഷ്ണനെ വിളിച്ചു, "ജയ, നീ ഇത് എവിടേക്കാണ് പോകുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കണം. കൃഷ്ണപുരത്തു നിന്നും ഇത്ര ദൂരം ഞാൻ വന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം, കേട്ടേ പറ്റൂ" എന്ന് പറഞ്ഞുകൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന കോഫിയും കപ്പും ആ ടേബിളിൽ തന്നെ വച്ച ശേഷം ബില്ലും അടച്ചുകൊണ്ട് ജയകൃഷ്ണന് പിന്നാലെ ക്യാൻറ്റീനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ തനിക്ക് മുന്നിൽ ഇറങ്ങി നടന്നു പോകുന്ന ജയകൃഷ്ണൻ്റെ ആ നടപ്പ് കണ്ട് ഹരിനാരായണൻ താൻ പറയാൻ
പറയുന്നത് കേൾക്കാൻ ജയകൃഷ്ണൻ തയ്യാറാകില്ല എന്ന് മനസ്സിലാക്കി. അതോടെ ഹരിനാരായണനും അവൻ്റെ നടപ്പിൻ്റെ വേഗത കൂട്ടി ജയകൃഷ്ണൻ്റെ മുന്നിലെത്തി അവനെ തടഞ്ഞു നിർത്തി. അതോടെ ജയകൃഷ്ണൻ ഹരിനാരായണന് മുന്നിൽ നിന്നു പോകുന്നു. അതോടെ ജയകൃഷ്ണൻ്റെ മനസ്സിൽ ഹരി തന്നെ വിടാൻ തയ്യാറായില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു തുടങ്ങി, ഞാനിപ്പോൾ എല്ലാവർക്കും മുന്നിൽ ഒരു ബോറനും കോമാളിയുമാണ്. മുൻപും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അത് പക്ഷേ ഞാൻ അറിയാൻ വൈകിപ്പോയി. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അത് കേട്ടതും ഹരിനാരായണൻ്റെ മനസ്സിൽ മുള്ളുകൊണ്ട് തറയ്ക്കുന്നതുപോലെ വല്ലാത്തൊരുതരം വേദന തോന്നിപ്പോയി. എന്നാൽ അത് പുറത്തു കാട്ടാതെ ഹരി ജയകൃഷ്ണനെ വിളിച്ചു. ജയ, നീ